ഹലോ ഗൈസ്, സുഫൂസ് ബെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്തിട്ട് ബ്ലസ്സി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജ്, നമ്മുടെ രാജുവായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഒരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു, അത് നല്ല അടിപൊളി ട്രെയിലർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിലറിന്റെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോ തുടങ്ങിയാലോ? अंदर से कोई बाहर ना जा सके, अंदर से कोई बाहर ना जा सके. से कोई बाहर ना जा सके. മാർച്ച് 28. അപ്പോ ട്രെയിലറൊക്കെ എന്ത് പറയാനാ, അടിപൊളി ട്രെയിലർ. അതായത് മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു ട്രെയിലർ ഉണ്ടായിരുന്നില്ലേ, ഒരു 3 മിനിറ്റിന്റെ അടുപ്പിച്ചുള്ള ഒരു ട്രെയിലർ. ആ ട്രെയിലറിൽ മ്യൂസിക് ഉണ്ട്. ഈ ട്രെയിലറിന്റെ അവസാന ഭാഗത്തുണ്ട് കണ്ടുള്ള, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ഞാനത് കുറച്ചു കാലമൊക്കെ എൻ്റെ മൊബൈൽ റിംഗ് ടൂണൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേൾക്കുന്നവരൊക്കെ വിചാരിക്കും എന്താ നീ സാഡ് ഇത് വെച്ചിനി, ഇത് ഇമോഷനായിട്ട് സാധനം വെച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ട്രെയിലർ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി മേക്കിംഗ്, നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്. മറ്റേ ആ ഒട്ടകത്തിന്റെ കണ്ണും, അതുപോലെ തന്നെ എന്താ പറയാ ആ കൈ ഇങ്ങനെ വരുന്നതും, അതുപോലെ തന്നെ എന്താ പറയാ ആ കാല് നടക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ എന്ന് പറയുമ്പോൾ ഇത് വേറെ ലെവലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഈ ആടുജീവിതം, അതായത് നമ്മൾ ഈ ബെന്യാമിൻ്റെ ഈ ആടുജീവിതം എന്ന് പറയുന്ന ഈ നോവൽ വായിച്ച സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഇമാജിനേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ മനസ്സിൽ കൂട്ടിയിട്ടുള്ള ഒരു നജീബ്, നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു ഒരു അറബി, ഇബ്രാഹിം ഖാദിരി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ക്യാരക്ടർ നമ്മുടെ മനസ്സിലുണ്ടാവും. അത് സിനിമയായിട്ട് അത് വിഷ്വൽ ക്വാളിറ്റിയിലേക്ക് വരുന്ന സമയത്ത്, ആ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളൊരു എന്താ പറയാ ഇതുണ്ട്. എന്തായാലും ഇപ്പൊ പറയാലോ, അറിയാനുള്ളൊരു വ്യഗ്രത, ഇംഗ്ലീഷ് എന്താന്നുള്ളൊരു മനസ്സിൽ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. അപ്പം എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസിലുള്ള സിനിമയാണ് അത്. സിനിമ കാണണം എന്നുള്ളത് കൊണ്ടല്ല, കാരണം നമ്മൾ വായിച്ച ഈ ഒരു നോവല് അത്രത്തോളം നമ്മുടെ മനസ്സിനെ എന്താ പറയുക, അത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരു നജീബ് അനുഭവിച്ച യാതനകളും വേദനകളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അതുകൊണ്ടാണ്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ സിനിമ കാണുക. അപ്പോൾ നിങ്ങളുടെ എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.